നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് എല്ലാ CCTV പ്രേക്ഷകർക്കും സ്വാഗതം. പാറന്നൂർ ചിറയിൽ ചീഞ്ഞളിയുന്ന മാലിന്യം, പെരുകുന്ന മയക്കുമരുന്ന് കേസ്, ആവർത്തിക്കപ്പെടുന്ന പീഡന പരമ്പര, കേച്ചേരിയിലെ ഗതാഗത കുരുക്ക് തുടങ്ങിയ ഒരു പിടി വാർത്തകളാണ് ആഴ്ചവട്ടം ചർച്ച ചെയ്യുന്നത്. എല്ലാ CCTV പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. അറവ് മാലിന്യം കൊണ്ട് ചീഞ്ഞളിയുകയാണ് കേച്ചേരി പുഴയുടെ ഭാഗമായ പാറന്നൂർ ചിറ. പുഴയുടെ തുടിപ്പ് നിലനിർത്താനായി പല പദ്ധതികളും നിലവിലുണ്ടെങ്കിലും അതൊന്നും യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് കേച്ചേരി പുഴ. മൂക്കുപൊത്താതെ ഇതിലൂടെ പോകാനാകാത്ത സ്ഥിതിയാണ് നിലവിൽ. പോകാൻ മലിനപ്പെടുന്ന പുഴയുടെ നേർക്കാഴ്ചയിലേക്ക്. ആളൊഴിഞ്ഞ മേഖലയിൽ വാഹനത്തിൽ കൊണ്ടുവന്നാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. ചാക്കുകളിൽ കെട്ടിയ നിലയിലുണ്ടായിരുന്ന മാലിന്യം അഴിഞ്ഞ് പുഴയിലെ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന അവസ്ഥയിലാണ്. പുഴ സംരക്ഷണത്തിനായി വിവിധ പദ്ധതികൾ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നതിനിടെയാണ് സാമൂഹ്യവിരുദ്ധർ അറവ് മാലിന്യം തള്ളുന്നത് പതിവാക്കിയിരിക്കുന്നത്. കാർഷിക മേഖലയായ ചൂണ്ടൽ പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കേച്ചേരിപ്പുഴ കാർഷികാവശ്യത്തിന് പുറമെ തുണി കഴുകുന്നതിനും മറ്റും ഉപയോഗിച്ചു വരുന്നതാണ്. മാലിന്യം തള്ളുന്നത് പതിവായതോടെ രൂക്ഷഗന്ധമാണ് പുഴയിലെ വെള്ളത്തിനുള്ളത്. ഇതുമൂലം പരിസരവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ്. ചൂണ്ടൽ പഞ്ചായത്തിലെ തന്നെ കൂമ്പുഴപ്പാലം പരിസരത്താണ് മുൻപ് മാലിന്യം തള്ളിയിരുന്നത്. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഇവിടെ കൃഷിയിടങ്ങളിലേക്കും പുഴയിലേക്കും ഒഴുക്കുന്നത് പതിവായിരുന്നു. പഞ്ചായത്തിന്റെ പല ഭാഗത്തും മാലിന്യം തള്ളൽ നിർബാധം തുടരുമ്പോഴും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നോ ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നോ യാതൊരു നടപടിയും ഉണ്ടാകാത്തത് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. ആരോഗ്യ വിഭാഗം പരിശോധനകൾ നടത്തിവരുന്നുണ്ടെങ്കിലും ഉചിതമായ നടപടികൾ സ്വീകരിക്കാതെ ഇരുട്ടിൽ തപ്പുന്ന സമീപനം സ്വീകരിക്കുന്നത് സാമൂഹ്യവിരുദ്ധരെ സഹായിക്കുന്നതിന് തുല്യമാണ്. സാമൂഹ്യവിരുദ്ധർക്കെതിരെ അധികാരികൾ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പുഴയും മറ്റു തോടുകളും പാതയോരങ്ങളും ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളും മാലിന്യ കൂമ്പാരമായി മാറാൻ താമസമുണ്ടാകില്ല. നാട് നന്നാക്കണമെങ്കിൽ പഴുതടച്ചുള്ള പ്രവൃത്തികൾ കൂടിയേ തീരൂ. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അണുയിട തെറ്റാതെ പരിശോധനകൾ കർശനമാക്കിയും ജനകീയ സഹകരണത്തോടെ മുൻകരുതലെടുത്താൽ മാത്രമേ നാടിനെ മാലിന്യമുക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവർക്കെതിരെ പിഴ നടപടിക്രമങ്ങൾ കടുപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നുമായി കുന്നംകുളം വെസ്റ്റ് മങ്ങാട് സ്വദേശിയായ യുവാവിനെ തൃശൂർ സിറ്റി പോലീസ് പിടികൂടി. കുന്നംകുളം വെസ്റ്റ് മങ്ങാട് സ്വദേശി കോതോട്ട് വീട്ടിൽ 27 വയസ്സുള്ള അജിത്താണ് അതിമാരക സിന്തറ്റിക് മയക്കുമരുന്നായ MDMA പിടിയിലായത്. പോകാം വിശദാംശത്തിലേക്ക്. ബാംഗ്ലൂരിൽ നിന്നും ബസ് മാർഗം തൃശൂരിലേക്കുള്ള യാത്രാമധ്യേ മണ്ണുത്തിയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത്. സിന്തറ്റിക് ക്രിസ്റ്റൽ രൂപത്തിലുള്ള 40 ഗ്രാം MDMA, 15 ചെറിയ ബോട്ടിലുകളിലായി കൊണ്ടുവന്ന ഹാഷിഷ് ഓയിൽ എന്നിവ പ്രതിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. തൃശൂരിലെത്തിക്കുന്ന മയക്കുമരുന്ന് ടാറ്റു കേന്ദ്രങ്ങളും മാളുകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യമെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഷാഡോ പോലീസും ലഹരിവിരുദ്ധ വിഭാഗവും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് 2016 കുന്നംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇയാൾ പ്രതിയാണ്. 2022 കൊലപാതക ശ്രമ കേസിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്ന് മാസങ്ങളോളം നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയവരെക്കുറിച്ചും ഉപഭോക്താക്കളെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ S. ഷുക്കൂർ, മണ്ണുത്തി സബ് ഇൻസ്പെക്ടർ ജീസ് മാത്യു, തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡിലെ SI-മാരായ NG സുബ്രതകുമാർ, PM റാഫി, P. രാഗേഷ്, ASI TV ജീവൻ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ശരത്, MS ലിഗേഷ്, KB വിപിൻദാസ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. സമൂഹവുമായി നല്ല ബന്ധം സൃഷ്ടിച്ചെടുക്കുകയാണ് ലഹരിയെ തുരത്താനുള്ള ആദ്യപടി. എത്ര സമയം കുട്ടികളുമായി ചിലവഴിക്കുന്നു എന്നതിലല്ല, ചിലവഴിക്കുന്ന സമയം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിലാണ് കാര്യം. വേണ്ടത്ര ബോധവൽക്കരണം നടത്തി നല്ലൊരു നാളേക്കായി പ്രവർത്തിക്കാം നമുക്ക്. മനുഷ്യ മനസാക്ഷി എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിമാന്യമുള്ള അയൽവാസിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 5 വർഷം കഠിന തടവും 1,30,000 രൂപ പിഴ ശിക്ഷ വിധിച്ചു. മനസാക്ഷി മരവിപ്പിച്ച വാർത്തയുടെ വിശദാംശത്തിലേക്ക്. പുതുശ്ശേരി കരിയാട്ടിൽ വീട്ടിൽ 69 വയസ്സുള്ള രാജനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് S. ലിഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. 2017 കേസിനാസ്പദമായ സംഭവം. പെൺകുട്ടിയുടെ അമ്മൂമ്മ മരിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ വീട്ടിൽ എത്തിയപ്പോഴാണ് കുട്ടി പീഡനത്തിന് ഇരയായ വിവരം പുറത്തറിയുന്നത്. തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ കുട്ടിയെ തണൽ എന്ന സ്ഥാപനത്തിൽ താമസിപ്പിക്കുകയും അവിടെ വെച്ച് അയൽവാസിയായ പ്രതി രാജൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തന്നെ പീഡിപ്പിച്ച വിവരം പെൺകുട്ടി പറയുകയായിരുന്നു. തുടർന്ന് കുന്നംകുളം SI ആയിരുന്ന ഇഗ്നിപോൾ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു.
കുന്നംകുളത്തെ സിഐമാരായിരുന്ന രാജേഷ് കെ മേനോൻ, CR സന്തോഷ്, G ഗോപകുമാർ എന്നിവർ കേസിന്റെ അന്വേഷണം നടത്തി. കുന്നംകുളം CI ആയിരുന്ന KG സുരേഷാണ് പ്രതിയുടെ പേരിൽ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചത്. 23 സാക്ഷികളെ വിസ്തരിച്ചു. നിരവധി രേഖകളും മറ്റ് തെളിവുകളും പരിശോധിച്ചാണ് വിധി പറഞ്ഞത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KS ബിനോയും പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി അഡ്വക്കേറ്റ് അമൃത, അഡ്വക്കേറ്റ് സഫ്ന എന്നിവരും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പ്രശോഭും പ്രവർത്തിച്ചു. ലൈംഗിക പീഡനം കുട്ടികളെ ശാരീരികമായി മാത്രമല്ല ബാധിക്കുന്നത്, അത് അവരെ മാനസികമായും തളർത്തുന്നതാണ്. കുട്ടികളിൽ ശാരീരികവും മാനസികവും വൈകാരികവുമായ നിരവധി പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട്. അതിനാൽ തന്നെ തിരിച്ചറിവാകുന്ന പ്രായമാകുമ്പോൾ തന്നെ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. മാത്രമല്ല, മറ്റുള്ളവരിൽ നിന്നും മോശം സ്പർശമുണ്ടായാൽ ഉറക്കെ കരയാനും ആളുകളെ വിളിച്ചുകൂട്ടാനും കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതും ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമാണ്. കുരുക്കഴിയാതെ കേച്ചേരി. തൃശൂർ കുന്നുംകുളം പാതയിലെ പ്രധാന ജംഗ്ഷനായ കേച്ചേരിയിലെ ഗതാഗത കുരുക്ക് തുടർക്കഥയാകുന്നു. ശബരിമല സീസൺ ആരംഭിച്ചതോടെ ഇതുവഴിയുള്ള യാത്ര മലകയറ്റത്തേക്കാൾ കഠിനമായി മാറിയിരിക്കുകയാണ്. നിരവധി യാത്രികരാണ് ഇതുവഴി വന്ന് പെട്ടുപോകുന്നത്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ കേച്ചേരി മേഖലയിലെ ഗതാഗത കുരുക്ക് യാത്രികരെ വലയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 പതിറ്റാണ്ടിലേറെയായി. ഇക്കാലയളവിൽ ഗതാഗത കുരുക്കിന് പരിഹാരമായി കേച്ചേരിയുടെ വികസനവും റോഡിന്റെ വീതി കൂട്ടലും സജീവ ചർച്ചയുമാണ്. എന്നാൽ ഇതെല്ലാം വെറും പ്രഹസനമായി മാറിയിരിക്കുകയാണ്. ചൂണ്ടൽ പഞ്ചായത്ത് കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിരിക്കെ ബാബു M പാലിശ്ശേരി MLA യുടെ ഇടപെടലിന്റെ ഭാഗമായി കേച്ചേരി സെന്ററിന്റെയും റോഡിന്റെയും വികസനത്തിനായി സർക്കാർ 75 കോടിയോളം രൂപ അനുവദിച്ചുവെങ്കിലും തുടർന്ന് വന്ന ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഇച്ഛാശക്തിയോടെയുള്ള ഇടപെടൽ ഉണ്ടായില്ലെന്നതാണ് കുരുക്ക് മുറുകുന്നതിലേക്ക് നയിച്ചത്. പഞ്ചായത്ത് പിന്നീട് മണലൂർ മണ്ഡലത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഗതാഗത കുരുക്ക് വീണ്ടും ചർച്ചയാവുകയും മുന്നണികളും സ്ഥാനാർത്ഥികളും വാഗ്ദാനങ്ങൾ വാരിച്ചൊരിഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നതും നിർബാധം തുടരുകയാണ്. ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിസ്സംഗതയ്ക്കൊപ്പം പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയും ഗതാഗത കുരുക്കിന് ആക്കം കൂട്ടുന്നതിന് കാരണമാകുന്നുണ്ട്. ട്രാഫിക് നിയന്ത്രിക്കാൻ സ്ഥിരമായി ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്നതിൽ ഗുരുതര വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത്. നിയമനിർവഹണത്തിന് പോലും ആവശ്യത്തിന് പോലീസുകാരില്ല എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ന്യായം. ആക്ട്സിന്റെ വളണ്ടിയറായ VM അബൂബക്കറാണ് പ്രായാധിക്യവും രോഗാവസ്ഥയും വകവയ്ക്കാതെ പലപ്പോഴും ട്രാഫിക് നിയന്ത്രിച്ച് കുരുക്കിന് ശമനമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. കോഴിക്ക് മുല വരുന്നത് പോലെ വികസനം ഇന്ന് യാഥാർത്ഥ്യമാകും, നാളെ ശരിയാകും എന്ന് പറയുന്ന ജനപ്രതിനിധികളും സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ ന്യായങ്ങൾ കണ്ടെത്തുന്ന പൊതുമരാമത്ത് വകുപ്പിലെയും പോലീസിലെയും ഉദ്യോഗസ്ഥരും യാത്രികരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഈ ഗതാഗത കുരുക്കിന്റെ ഉത്തരവാദികളാണ്. ജനങ്ങളെ വലയ്ക്കുന്ന ഗതാഗത കുരുക്കിൽ നിന്നും കേച്ചേരിക്ക് ശാപമോക്ഷം ലഭിക്കാൻ ഇനിയും എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന ചോദ്യത്തിന് മാത്രം മറുപടിയില്ലാതെ മൗനം തുടരുകയാണ് അധികാരികൾ. പതിറ്റാണ്ടുകൾ പിന്നിടുന്നതല്ലാതെ യാതൊരു പുരോഗതിയും ഇവിടെ വന്നിട്ടില്ല. വികസനങ്ങൾ അക്കമിട്ട് നിരത്തുമ്പോൾ എന്നും കേച്ചേരി ജംഗ്ഷൻ വികസനം ഇന്നും പാലിക്കാനാവാത്ത കെട്ടുകഥ മാത്രമാണ്. ഒരു നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാവുന്ന വികസനമാണ് ഇവിടെ സാധ്യമാക്കേണ്ടത്. അത് തഴയുന്നിടത്തോളം കാലം ബുദ്ധിമുട്ടിലാകുന്നത് പൊതുജനമാണെന്നാണ് ആഴ്ചവട്ടത്തിന് പറയാനുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഫയൽ രഹിത സേവനങ്ങൾ നടപ്പിലാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന K-സ്മാർട്ട് ഡിജിറ്റലൈസ് സംവിധാനം ജനുവരി 1 മുതൽ കുന്നംകുളം നഗരസഭയിലും നിലവിൽ വരും. നഗരസഭ പ്രത്യേക കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമായി. പോകാം വിശദാംശത്തിലേക്ക്. അപേക്ഷ തരുന്നത് മുതൽ നഗരസഭയിൽ നിന്ന് സേവനം ലഭിക്കുന്നതുവരെ അപേക്ഷകൻ നേരിട്ട് വരേണ്ടതില്ല എന്നതാണ് K-സ്മാർട്ട് സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഫ്റ്റ്വെയർ സംവിധാനം മികച്ച രീതിയിൽ നടപ്പിലാക്കാനും പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനുമായി ജനുവരി 1 മുമ്പ് തന്നെ നഗരസഭയിൽ സിറ്റിസൺ ഫെസിലിറ്റേഷൻ ആരംഭിക്കും. നഗരസഭയിലെ ഉദ്യോഗസ്ഥരെ ഇതിനായി വിന്യസിപ്പിക്കും. പുതിയ പദ്ധതിയായതിനാൽ ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അതത് വാർഡുകളിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായി K-സ്മാർട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കും. ഇതിലൂടെ കേരളത്തിലെ ഏതൊരു നഗരസഭ കോർപ്പറേഷനുകളിലേക്ക് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ സാധിക്കും. ആധാർ കാർഡ്, മൊബൈൽ ഫോൺ എന്നിവയുടെ ലിങ്ക് സംവിധാനവും ഇതിനായി ഉപയോഗപ്പെടുത്തും. K-സ്മാർട്ട് പദ്ധതിയുടെ ഡാറ്റ പോർട്ടിംഗ് പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളായ ജനന, മരണ, വിവാഹ രജിസ്ട്രേഷൻ, വസ്തുനികുതി, കെട്ടിട നിർമ്മാണ പെർമിറ്റ്, പൊതുജന പരാതി പരിഹാരം, വ്യാപാര ലൈസൻസ് അപേക്ഷകൾ, ബില്ലുകൾ മുതലായവ ഡിസംബർ 27 മുതൽ 5 ദിവസത്തേക്ക് തടസ്സപ്പെടുമെന്നും പൊതുജനങ്ങൾ നഗരസഭയുമായി സഹകരിക്കണമെന്നും സെക്രട്ടറി VS സന്ദീപ് കുമാർ അറിയിച്ചു. യോഗത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, കൗൺസിലർമാരായ AS സുജീഷ്, ബിജു C ബേബി, ബീന രവി, ഗീത ശശി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു.
കെ-സ്മാർട്ട് നിലവിൽ വരുന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കെ-സ്മാർട്ട് യാഥാർത്ഥ്യമായാൽ കെട്ടിത്തിരിച്ചിലിനോട് വിട പറയാമെന്ന് മാത്രമല്ല, പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ഏറെ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. എരമംഗലം കുമ്മിപ്പാലം ബണ്ട് തകർന്ന് 200ഓളം ഏക്കർ കൃഷി നശിച്ചു. KLDCയുടെ നേതൃത്വത്തിൽ 5 മാസം മുൻപ് പൂർത്തിയാക്കിയ പുതിയ ബണ്ടാണ് പൊട്ടിയത്. ഇതോടെ ഏറെ പ്രതീക്ഷയോടെ കൃഷിയിറക്കിയ കർഷകർ ദുരിതത്തിലായി. ബണ്ട് നിർമ്മാണത്തിനു ശേഷം നടിയിൽ ആരംഭിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച രാവിലെ ബണ്ട് തകർന്നത്. ഇതുമൂലം ആനക്കോൾപ്പടവിലെ 200ഓളം ഏക്കർ കൃഷിയാണ് നശിച്ചത്. ഇത് മറ്റു പടവുകളെയും കാര്യമായി ബാധിക്കുകയും കെട്ടിനിർത്തിയ വെള്ളത്തിൽ ഗണ്യമായ കുറവ് നേരിടുകയും ചെയ്യും. പാടശേഖരങ്ങളിൽ നിന്നും 100 അടിത്തോട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്യേണ്ട സമയത്ത് ഇടയ്ക്കിടെ ബണ്ടുകൾ പൊട്ടുന്നത് കർഷകർക്ക് വലിയ തിരിച്ചടിയാണ്. നവംബർ 14-ന് കാട്ടകമ്പാൽ ചുണ്ടൻ പടവ് ബണ്ട് പൊട്ടിയിരുന്നു. ഇവിടെ താൽക്കാലിക പരിഹാരം കണ്ടെത്തിയിരുന്നു. അതിനിടയിലാണ് എരമംഗലം കുമ്മിപ്പാലം ബണ്ട് തകർന്നത്. 15ഓളം മീറ്റർ ബണ്ടാണ് ഇപ്പോൾ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ തകർന്നിട്ടുള്ളത്. തോട്ടിലെ പാഴ്ചെടികളും അനധികൃത മീൻവലയും മൂലം പലയിടത്തും ഒഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്നത് കർഷകർക്ക് ഭീഷണിയാണ്. മേഖലയിലെ കോൾപ്പാടങ്ങളിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം 100 അടിത്തോട് വഴി BM കെട്ടിലാണ് സംഭരിക്കുന്നത്. കർഷകർക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ച് പമ്പ് ചെയ്യും. മേഖലകളിലെ 20ഓളം കോൾപ്പടവുകളിൽ നിന്നുള്ള വെള്ളമാണ് ഇത്തരത്തിൽ സംഭരിച്ചു വെക്കുന്നത്. KLDC അധികൃതരും പടവ് കർഷകരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം, അതെല്ലാം ചൊല്ലിൽ മാത്രമായി ഒതുങ്ങുകയാണ്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് എന്നും കണ്ണീരാണ്. ഇനിയും ഇത് അനുവദിച്ചുകൂടാ. താൽക്കാലിക ആശ്വാസമല്ല, ശാശ്വത പരിഹാരമാണ് ഇവർക്ക് ആവശ്യമെന്നാണ് ആഴ്ചവട്ടത്തിന് പറയാനുള്ളത്. ഗുരുവായൂർ ബ്രഹ്മകുളം പാലബസാർ മേഖലയിൽ കാട്ടുപന്നികൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. മികച്ച ജൈവ കർഷകയായി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള KS ഷീജിയുടെ കൃഷിയിടത്തിൽ വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചത്. കൃഷിക്ക് മതിയായ പ്രോത്സാഹനം ലഭിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും കൃഷി നാശനഷ്ടങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരമൊന്നും കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാട്ടുപന്നികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഗുരുവായൂർ നഗരസഭ 8-ാം വാർഡിൽ ഓർഗാനിക് ഫാം നടത്തുന്ന ഷീജ എന്ന ജൈവ കർഷക. ഈ രംഗത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ടാണ് കൃഷിയിൽ മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച് ഇവർ മുന്നേറുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പ്രതിസന്ധി കാട്ടുപന്നികളാണ്. കഴിഞ്ഞ മാസം 150ഓളം കാബേജുകളാണ് ഇവ നശിപ്പിച്ചത്. ഇപ്പോൾ വീണ്ടും പന്നി ആക്രമണമുണ്ടായി. കാബേജിനു പുറമെ വെണ്ട, വഴുതന എന്നിവയെല്ലാം നശിച്ചു. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഷീജ അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി, ചെയർമാൻ എന്നിവർക്കെല്ലാം നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയും നടപടികളുണ്ടായിട്ടില്ല. ഏറെക്കാലത്തെ അധ്വാനമാണ് നിമിഷാർദ്ധ നേരം കൊണ്ട് പന്നിക്കൂട്ടം ഇല്ലാതാക്കുന്നത്. ഇതിൽ വല്ലാത്ത മാനസിക പ്രയാസമുണ്ടെന്ന് ഇവർ പറഞ്ഞു. നഗരസഭയിൽ ഞാൻ ഒത്തിരി പ്രാവശ്യം പരാതി കൊടുത്തു. സെക്രട്ടറിനെ കാണുമ്പോൾ പറയുന്നുണ്ട്, ചെയർമാനെ കാണുമ്പോൾ പറയുന്നുണ്ട്. അവരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവർ ശ്രമിക്കുന്നില്ല എന്ന് ഞാൻ പറയില്ല. അവരൊക്കെ മാക്സിമം ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ഉപകാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ക്രോപ്പ് ഞാൻ ശീതകാല പച്ചക്കറി 150 കാബേജ് നട്ടു. അത് പിറ്റുന്ന തന്നെ കുത്തിമറിച്ച് മുഴുവനും കളഞ്ഞായിരുന്നു. ഇനിയിപ്പോ 2ാം വട്ടം നട്ട് ഇപ്പൊ കാബേജ് എല്ലാം കൂടി വന്നൊരു സമയത്താണ് ഇപ്പൊ വീണ്ടും അറ്റാക്ക് നടന്നിരിക്കുന്നത്. ഇത്രയും ഒരു രീതിയിൽ എത്തിയിട്ട് അവസാന നിമിഷത്തിൽ അത് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. കഷ്ടപ്പാട് സഹിച്ച് നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു കർഷകർക്ക് മാത്രമേ അതിന്റെ വേദന അറിയാൻ കഴിയുള്ളൂ. സമീപത്തെ എളവള്ളി പഞ്ചായത്തിൽ പന്നിശല്യം ഇല്ലാതാക്കാൻ ഭരണസമിതി കാര്യക്ഷമവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഇവിടെയും ബന്ധപ്പെട്ട അധികൃതർ സമാനമായ രീതിയിൽ പരാതിക്ക് പരിഹാരമുണ്ടാക്കണമെന്നും ഷീജ ആവശ്യപ്പെട്ടു. അതുപോലെ ഇപ്പൊ എളവള്ളി പഞ്ചായത്ത് അവിടെയൊക്കെ മറ്റേ ജിയോ ഫോക്സ് സാറ് അവർക്ക് വേണ്ട രീതിയിൽ എളവള്ളി പഞ്ചായത്തിലൊക്കെ പന്നികളെ വെടിവെച്ച് കൊല്ലാൻ അനുമതി കിട്ടുകയും പന്നികളെ കണ്ട് വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഗുരുവായൂർ നഗരസഭയില് ഒത്തിരി എനിക്കെന്നല്ല ഒത്തിരി പേർക്ക് ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും പരാതി പറയുന്നുണ്ട്. പക്ഷെ ആക്ഷൻ എടുക്കാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ജൈവ പച്ചക്കറികൾ ഡയറക്റ്റ് മാർക്കറ്റിംഗിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും വിപണനം ചെയ്യുന്ന ഷീജ നാടൻ മുട്ട ഉൾപ്പെടെയുള്ളവയും ഇടനിലക്കാരില്ലാതെ മികച്ച ഗുണമേന്മയിൽ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഷീ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ കർഷകർക്കും ഈ രംഗത്ത് താൽപര്യമുള്ളവർക്കുമായി വിവിധ ഇനം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അതിനാൽ തന്നെ നേടിയ അംഗീകാരങ്ങളും നിരവധിയാണ്. തനിക്കും മേഖലയിലെ മറ്റു കർഷകരെയും ദുരിതത്തിലാക്കുന്ന കാട്ടുപന്നി ശല്യത്തിന് ശാശ്വതമായ പരിഹാരം വരുത്തണമെന്നാണ് ഈ വനിതാ കർഷകയുടെ അഭ്യർത്ഥന. കൃഷിയിടത്തിലെ കാട്ടുപന്നി ശല്യം രൂക്ഷമാവുകയാണ്. അപകടകാരികളായ കാട്ടുപന്നികളെ നേരിടാൻ നിയമം ഇന്ന് അനുവദിക്കുന്നുണ്ട്. കാട്ടുപന്നി തങ്ങളുടെ കൃഷിയിടത്തിൽ ആക്രമണം നടത്തുന്നതായി സംശയിക്കുന്ന കർഷകർക്ക് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അനുമതി തേടാവുന്നതാണ്.
മൃഗത്തെ കൊല്ലാൻ ലൈസൻസുള്ള ഗൺമാനെ നിയോഗിക്കുന്നതിലൂടെ ഇത്തരം അനിഷ്ട സംഭവങ്ങൾക്ക് അറുതി വരുത്താനാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ അവസാന വാര ആഴ്ചവട്ടം ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.